ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാം പറയുന്നില്ല, ഈ ഒരു പറയുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളല്ല ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിലെടുത്തിട്ടല്ല പറയുന്നത്, അങ്ങനെ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പം അത് കാണേണ്ടവർ അത് കാണുക. അപ്പോൾ അതിനകത്ത് ചാപ്റ്റർ ഓരോ പേജുകൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ്. നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് പേര്. അതിൽ റിഫ്രാക്ഷൻ എന്ന ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ ഫുള്ളും പോയേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. റിഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കുക. അതിലേക്ക് ഒരു ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുന്നു, ലേസർ ലൈറ്റ് കടത്തിവിടുന്നു, ഏതൊരു ഒരു ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിത്രത്തിൽ കാണുന്ന കൂട്ട് തന്നെ ആ കടന്നു വരുന്ന ലൈറ്റിന് വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പം, വെള്ളത്തിലേക്ക് അത് കടക്കുമ്പം എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ആ ഒരു പാത്ത്, അതുവരെ വന്ന് ആ ട്രാവൽ ചെയ്ത ആ ഒരു പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അല്ലേ? ഒരു ചരിവ് സംഭവിക്കുന്നുണ്ട്, ചെറിയൊരു ചരിവ്. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു ഫിഗർ 1.2 എയിൽ കൊടുത്തേക്കുന്ന പിക്ചറാണ് ഇപ്പോൾ പറഞ്ഞത്. അത് നോക്കിക്കേ, അതിപ്പം ഫിഗർ 1.2B നോക്കിയേ, ആ ഒരു പിക്ചർ അല്ലാതെ വരച്ച് കാണിച്ചേക്കാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ 2 മീഡിയം ഉണ്ട്. ലൈറ്റ് പാസ് ചെയ്തത് ഈ ഒരു സിറ്റുവേഷനിൽ 2 മീഡിയത്തിലൂടെയാണ്. ഏതൊക്കെയാണ് ആ മീഡിയം? ആദ്യം ലൈറ്റ് സഞ്ചരിച്ച് വരുന്നത് എയറിലൂടെയാണ്, ഇല്ലേ? അവിടെ വെള്ളമൊന്നുമില്ല, അവിടെ വായു മാത്രമേ ഉള്ളൂ. എയറിലൂടെ നമ്മൾ കടത്തിവിട്ട ലൈറ്റ് പിന്നീട് അത് വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു, ഇല്ല? അപ്പോൾ രണ്ടാമത്തെ മീഡിയമായി. ആദ്യം എയർ എന്ന് പറയുന്ന മീഡിയം, രണ്ടാമത് വാട്ടർ എന്ന് പറയുന്ന മീഡിയം. ഈ ഒരു മീഡിയം അവിടെ ചേഞ്ചായി. എപ്പോഴാണോ വാട്ടറിലേക്ക് അത് കടന്നത്, അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? പാത്തിന് ഡീവിയേഷൻ സംഭവിച്ചത്. അവിടെ നമുക്കതിലൂടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡീവിയേഷൻ വന്നതിൻ്റെ കാരണം മീഡിയം ചേഞ്ച് ആയപ്പോഴാണ്, അല്ലേ? പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലൈറ്റ് എങ്ങനെയാണ് നമ്മൾ അടിച്ചു കൊടുത്തത്? ചരിച്ച് നേരെ കുത്തനെ അല്ല അടിച്ചു കൊടുത്തത്, ചരിച്ച് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? എപ്പോഴാണോ വേറൊരു മീഡിയത്തിലേക്ക് പോയത് ലൈറ്റ്, ആ ഒരു സമയം അവിടെ ലൈറ്റിൻ്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിച്ചു. ഇത് ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ നമ്മൾ എന്താണ് റിഫ്രാക്ഷൻ എന്നൊരു ആശയത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ നോക്കിക്കേ, നേരത്തെ ഞാൻ പറഞ്ഞു ചരിച്ച് തന്നെ അടിച്ചു കൊടുക്കണം എന്ന്, എങ്കിൽ മാത്രമേ അവിടെ ഡീവിയേഷൻ സംഭവിക്കത്തുള്ളൂ വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പം. അത് സംഭവിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടെസ്റ്റിൽ വേറൊരു ഫിഗർ കൊടുത്തേക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കുത്തനെ നേരത്തെ അതേ സിറ്റുവേഷൻ, എയർ വാട്ടർ തന്നെയാണ് മീഡിയം. അവിടെ നമ്മൾ ഡയറക്റ്റ് നേരിട്ട് കുത്തനെ എന്തെടുക്കുക? അടിച്ചു കൊടുക്കുകയാണ് ലൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഒരു ചേഞ്ചും അവിടെ കാണുന്നില്ല. ലൈറ്റ് ആ പാതയിൽ തന്നെ പോകുന്നു, അവിടെ ഒരു ഡീവിയേഷനും സംഭവിക്കുന്നില്ല. അവിടെയും മീഡിയം വേറെയാണ്, എങ്കിലും അവിടെ ഒരു ഡീവിയേഷനും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. എന്തൊക്കെ? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പം അവിടെ അതിൻ്റെ ലൈറ്റിൻ്റെ പാത, അതിന് വ്യതിയാനം സംഭവിക്കുന്നു, ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. മീഡിയം ചേഞ്ച് ആകുമ്പം ലൈറ്റിൻ്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ മെയിൻ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ചരിച്ചായിരിക്കണം നമ്മൾ കടത്തിവിടേണ്ടത്. അല്ലാതെ നേരെയാണെങ്കിൽ കുത്തനെ നേരെ ആ ഒരു 2 മീഡിയത്തിലോട്ടും ആണെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ചരിച്ച് അടിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ അല്ലയോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ടറിലൂടെ പോകുന്ന സ്പീഡിലായിരിക്കത്തില്ല ലൈറ്റ് എയറിലൂടെ പോകുന്നത്. എയറിലൂടെ പോകുന്ന സ്പീഡിലായിരിക്കത്തില്ല ഗ്ലാസ്സിലൂടെ പോകുന്നത്. അപ്പം മീഡിയം ചേഞ്ച് ആവുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ സ്പീഡും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കരുതരുത് എല്ലാ മീഡിയത്തിലൂടെയും ഒരേ സ്പീഡിലാണ് ലൈറ്റ് പോകുന്നതെന്ന് കരുതരുത്. ലൈറ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ആവുന്നുണ്ട് മീഡിയം മാറുന്നതിന് അനുസരിച്ച്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. നോക്കി, എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഏകദേശം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇതങ്ങ് ജസ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം, കാരണം സിമ്പിളാണ്. ആ ഒരു ഓർഡർ പഠിക്കാമെങ്കിൽ സിമ്പിളാണ്. അത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ആകുമ്പം കുറച്ചുകൂടെ കുറയും. 3യെക്കാട്ടി കുറഞ്ഞിട്ട്, നമ്മുടെ എയറിനെക്കാട്ടി കുറഞ്ഞിട്ട്
2.25 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ് ആകുമ്പം കുറച്ചുകൂടെ കുറഞ്ഞ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഡയമണ്ട് ആകുമ്പം അതിലും കുറഞ്ഞ് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം എയർ, പിന്നെ വാട്ടർ. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന ആരിലൂടെയാണ്? എയർ എന്ന മീഡിയത്തിലൂടെയാണ്. അത് കഴിഞ്ഞാൽ വാട്ടർ, അത് കഴിഞ്ഞാൽ ഗ്ലാസ്, അത് കഴിഞ്ഞാൽ ഡയമണ്ട്. ഇവിടെ തന്നേക്കുന്ന വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എയറിൻ്റെത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വാട്ടർ ആകുമ്പോൾ കുറച്ച് കുറഞ്ഞ് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ് ആകുമ്പോൾ വാട്ടറിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അടുത്ത ഡയമണ്ട് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ അല്ലേ? ഇത് ഇതിലൂടെ മനസ്സിലായി ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡിലാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിക്കുന്നത്? പല സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The speed of light differs in various medium due to the difference in their optical density. ഈ ഒരു സ്പീഡിൻ്റെ വ്യത്യാസം കാണിക്കുന്നത്, പല മീഡിയത്തിലും ലൈറ്റിൻ്റെ ഈ ഒരു സ്പീഡ് വ്യത്യാസം കാണിക്കുന്നത് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലെ ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു മീഡിയത്തിൻ്റെ എബിലിറ്റിയാണ്, കഴിവാണ്. എയർ ആണെങ്കിൽ എയർ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ എബിലിറ്റി, വാട്ടർ ആണെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ എബിലിറ്റി. എന്തിനുള്ള എബിലിറ്റി? അതിലൂടെ എന്താണ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പം ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സ്പീഡിനെ സ്വാധീനിക്കുന്ന മീഡിയത്തിൻ്റെ കഴിവിനെ പറയുന്നതാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ എന്താണ്? എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുക. അപ്പോൾ എയർ എന്ന് പറയുന്ന മീഡിയത്തിന് എന്താണ്? ആ ഒരു ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ആ ലൈറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു മീഡിയം എയറിൻ്റെ കഴിവാണെന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ അല്ലയോ? അവിടെ താഴെ എന്നിട്ട് തന്നേക്കുന്നു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ ടേബിളിൽ നമ്മൾ നോക്കിയതാണ്. ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് എയറിലാണ്. അത് കഴിഞ്ഞാൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് എയർ, കഴിഞ്ഞാൽ പിന്നെ വാട്ടർ, അത് കഴിഞ്ഞാൽ ഗ്ലാസ്, അത് കഴിഞ്ഞാൽ ഡയമണ്ട്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രിക്കായിട്ട് ഓർത്തിരുന്നാൽ മതി. എന്താണ്? എയറിന് കട്ടിയുണ്ടോ? ഇല്ല. അപ്പോൾ അതിനകത്തൊരു സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യും. അപ്പം സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ആ ഒരു എന്താണ് അവിടെ മീഡിയം വലുതായിട്ട് ആ ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ കരുതുക. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കുറയുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കുറയുന്നു. അപ്പോൾ എയറിനകത്ത് കട്ടിയില്ല, അപ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ എയർ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് എയറിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ എയറിനെക്കാട്ടി കുറച്ച് എന്താണ് തിക്കാന്ന് കരുതുക, തിക്കാണ് അങ്ങനെ കരുതുക. അപ്പം എന്താണ് അവിടെ ഇച്ചിരി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ എയറിനെക്കാട്ടി കുറവ് സ്പീഡിലാണ് വാട്ടറിൽ സഞ്ചരിക്കുന്നത്. വാട്ടറിനെക്കാട്ടി തിക്കുണ്ട് ഗ്ലാസ്സിന്. അപ്പോൾ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കൂടി. അപ്പോൾ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ലൈറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡയമണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കട്ടി. അപ്പോൾ എന്താണ് അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ ലൈറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കുറവായിരിക്കും. ആ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഡയമണ്ടിനാണ്. അതുകൊണ്ടാണ് ആ ഒരു ചിഹ്നം കൊടുത്തേക്കുന്നത്. അത് ഡൗട്ടുള്ളവർ എങ്ങനെ ആലോചിച്ചാൽ മതി? കൂടുതലുള്ളിടത്തോട്ട് വാ തുറന്നിരിക്കണം. ആ ഒരു ചിഹ്നം അങ്ങനെ ഓർത്തിരുന്നാൽ മതി, വാ തുറന്നിരിക്കണം. അപ്പോൾ ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഡയമണ്ടിൻ്റെ അടുത്തോട്ടായിരിക്കണം ആ ഒരു ചിഹ്നം. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ കട്ടിയുള്ളത്? ഗ്ലാസ്. അപ്പോൾ ഡയമണ്ട് കഴിഞ്ഞാൽ ഗ്ലാസ്സിനാണ് രണ്ടാമത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ നമുക്ക് തന്നതിനകത്ത്. അത് കഴിഞ്ഞാൽ വാട്ടർ, അത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയർ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? എന്താണ് റിഫ്രാക്ഷൻ? ഇമ്പോർട്ടൻ്റ് കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു റിഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് നോക്കിയതും, പിന്നെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നതെന്ന് നോക്കിയതും, എങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ചരിഞ്ഞ് സഞ്ചരിക്കണം, നേരെ സഞ്ചരിച്ച ഉണ്ടാവുമോ? ഇല്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ അപ്പം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പം കണ്ടൻറ്റ് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം
നമ്മൾ റിഫ്രാക്ഷൻ പഠിക്കാൻ പോവാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച റിഫ്രാക്ഷനായി നോക്കിക്കേ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് it undergoes a deviation at the surface of separation of the mediums. This phenomenon is refraction. എന്താണ് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ആ മീഡിയങ്ങൾ തമ്മിലുള്ള സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ആ ഒരു ലൈറ്റിന് ഡീവിയേഷൻ, ലൈറ്റിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നു, വ്യതിയാനം സംഭവിക്കുന്നു. ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്തൊക്കെ ഇവിടെ ഫാക്ടേഴ്സ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കണം, ചരിഞ്ഞായിരിക്കണം, പിന്നെ 2 മീഡിയം വേണം. അപ്പം അങ്ങനെ സഞ്ചരിക്കുമ്പം ഇപ്പം നേരത്തെ നമ്മൾ എയറും വാട്ടറും കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് സഞ്ചരിച്ച് വെള്ളത്തിലേക്ക് കടക്കുന്ന ആ ഒരു പോയിൻ്റ് ഇല്ലയോ, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റ് ഇല്ലയോ, ആ ഒരു പോയിൻറ്റിനെയാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഡീവിയേഷൻ സംഭവിക്കണം, ആ റിഫ്രാക്ഷൻ സംഭവിക്കണം എങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കണം, മീഡിയത്തിൻ്റെ എന്താണ് ചരിഞ്ഞായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ഓക്കെ അല്ലയോ? ഇതാണ് റിഫ്രാക്ഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. റിഫ്രാക്ഷൻ്റെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് എക്സാമ്പിൾസ് നടക്കുന്നുണ്ട് റിഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് പെൻസിൽ അതിലിടുമ്പം നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പം ആ പെൻസിൽ കുറച്ച് ഒടിഞ്ഞായിട്ട് തോന്നുക. ഇതൊക്കെ എന്താണ്? റിഫ്രാക്ഷൻ കാരണമാണ്. പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കോയിൻ ഇട്ടിട്ട് നമ്മൾ ആ കോയിനിൽ നോക്കി കൈയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ കിടക്കുന്നിടത്തായിരിക്കത്തില്ല, നമുക്ക് വെറുതെ തോന്നലായിരിക്കും ആ കോയിൻ അവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് തോന്നലായിരിക്കും, കുറച്ചുകൂടെ മാറിയായിരിക്കും കിടക്കുന്നത്. ഇതൊക്കെ റിഫ്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന തോന്നലുകളാണ്. മനസ്സിലായില്ലേ? റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ടെസ്റ്റ് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.